ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പാർട്ട് 6, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പാർട്ട് 2. ഓക്കെ. ആൻഡ് ആൻഡ് റൂൾ നമ്പർ 1, പ്ലൂരൽ. രണ്ട് സിംഗുലർ പ്ലൂരൽ സബ്ജക്റ്റുകളെ ആൻഡ് ചേർത്ത് കണക്ട് ചെയ്യുമ്പോൾ വേർബ് പ്ലൂരൽ ആയിരിക്കും. ഹി ആൻഡ് ഹിസ് ഫ്രണ്ട് ആർ പ്ലേയിങ് ഫുട്ബോൾ. ആർ, ഓക്കെ, പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ. ഹിസ് ഫ്രണ്ട്സ് ആൻഡ് മൈ ഫ്രണ്ട്സ് വേർ ആബ്സെന്റ് യെസ്റ്റർഡേ. റൂൾ നമ്പർ 2, സിംഗുലർ. ആൻഡ് ചേർത്ത് കണക്ട് ചെയ്യുന്ന വാക്കുകൾ ഒറ്റ ആശയത്തെ സൂചിപ്പിച്ചാൽ വേർബ് സിംഗുലർ ആയിരിക്കും. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എ ഹോൾസം ഫുഡ്. ഓക്കെ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. റൂൾ നമ്പർ 3, സിംഗുലർ ഓർ പ്ലൂരൽ. ആൻഡ് ചേർത്ത് കണക്ട് ചെയ്യുന്ന വാക്കുകളുടെ മൂന്നിൽ രണ്ടിടത്തും ആർട്ടിക്കിൾ എ ആൻഡ് ദ. ഓക്കെ. പൊസസീവ് പ്രോനൗൺസ് ഗോ, മൈ, ഹിസ്, ഹെർ, അവർ, their, യുവർ. അഡോപ്റ്റ് വേർബ് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ. എക്സാമ്പിൾ, എ പോയറ്റ് ആൻഡ് എ ക്രിട്ടിക് ആർ വിസിറ്റിംഗ് അവർ കോളേജ്. ഒരു വേർഡിനോടൊപ്പം മാത്രമേ ഇവ വരുന്നുവെങ്കിൽ വേർബ് സിംഗുലർ. എക്സാമ്പിൾ, എ പോയറ്റ് ആൻഡ് ക്രിട്ടിക് ഈസ് വിസിറ്റിംഗ് അവർ കോളേജ്. ഒരാൾ. ഓക്കെ. ഈസ് വിസിറ്റിംഗ് അവർ കോളേജ്. ലെവർ ഫോർ, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഡാഷ് helping me. Are helping me. My uncle and guardian dash helping me. My uncle and guardian is helping me. Okay. Pen and ink dash what I want now. Pen and ink is what I want now. Gopal and Ganesh ആർ കസിൻസ്. ഓക്കെ. അടുത്ത യൂണിറ്റ് 19, സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. കൺകോഡ് 5, ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന കളക്റ്റീവ് നൗൺസ് ആയ ടീം, ഗവൺമെന്റ്, ക്ലാസ്, അസംബ്ലി, ഓഡിയൻസ്, ഫാമിലി, സ്റ്റാഫ് കമ്മിറ്റി, കൗൺസിൽ, ആർമി, ക്രിയു, കമ്മീഷൻ ഇവ ഒറ്റ യൂണിറ്റ് ആയി നിൽക്കുമ്പോൾ സിംഗുലർ വേർബും ഡിവൈഡ് ചെയ്ത് നിൽക്കുമ്പോൾ പ്ലൂറൽ വേർബും എഴുതണം. എക്സാമ്പിൾ, ദി കമ്മിറ്റി ഹാസ് unanimously elected its leader, singular. The committee have divided in their opinions, plural. പബ്ലിക് സിംഗുലർ ആയും പ്ലൂറൽ ആയും ഉപയോഗിക്കാം. ഓക്കെ. പബ്ലിക് ആർ, പബ്ലിക് ഈസ്. ഓക്കെ. റൂൾ നമ്പർ 2, മെനി പ്ലൂറൽ ആണ്. മെനി എ, മെനി ആൻഡ്, മോർ ദാൻ വൺ സിംഗുലർ ആണ്. ഓക്കെ. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ച് ആണ്. എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ ഫോളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ച്. ഓക്കെ. അറ്റ് വൺസ് ബെക്ക് ആൻഡ് കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ സം വൺസ് അബ്സല്യൂട്ട് കൺട്രോൾ എന്നാണ്. അറ്റ് വൺസ് ബെക്ക് ആൻഡ് കോൾ. എ പൈപ്പ് ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? an impracticable or impossible plan. ഓക്കെ. എ മാൻ ഓഫ് വെയിറ്റ് എന്ന് പറയുന്നതിനർത്ഥം എന്താണ്? എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ്. അറ്റ് ആൻ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു കീപ് എവേ അറ്റ് എ ഡിസ്റ്റൻസ്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ് അർത്ഥം. ആപ്പിൾ ഓഫ് ഡിസ്കോഡ്. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ്, അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ടോട്ടൽ കൺഫ്യൂഷൻ ഓർ ഇൻ കംപ്ലീറ്റ് ഡിസോർഡർ. എ ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ എ കോൺട്രോവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ഓർ ഇഷ്യൂ. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എ പെർഫെക്റ്റ് ഓർഡർ ഓർ നീറ്റ് ആൻഡ് ക്ലീൻ. എ ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓഫ് സ്ട്രേഞ്ച് ബിഹേവിയർ. അക്കിലസ് ഹീൽ എന്ന് പറഞ്ഞാൽ എ ഡെഡ്ലി വീക്ക്നെസ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഫെയിലിയർ. അറ്റ് എ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ എ ഷോർട്ട് ഡിസ്റ്റൻസ് എന്നാണ് അർത്ഥം. അറ്റ് സീ എന്ന് പറഞ്ഞാൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്നാണ് അർത്ഥം. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറഞ്ഞാൽ എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറഞ്ഞാൽ എ ഡിസീറ്റ്ഫുൾ പേഴ്സൺ ഹൂ പ്രിറ്റൻസ് ടു ബി എ ഫ്രണ്ട്. അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഓപ്പൺ ഹോസ്റ്റിലിറ്റി. അറ്റ് ദി 11th അവർ എന്ന് പറഞ്ഞാൽ അറ്റ് ദി ലാസ്റ്റ് പോസിബിൾ മൊമെന്റ് ഓർ ഓൾമോസ്റ്റ് ടു ലേറ്റ്. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ an imaginary story used as an excuse. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ വെരി ഈഗർ ടു ഹിയർ. അറ്റ് ഓൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ദി പ്രൈസ് ഓർ എഫേർട്ട്. അറ്റ് സ്നേൽ സ്പേസ്
എന്ന് പറഞ്ഞാൽ വെരി സ്ലോലി. എ ഫ്ലാഷ് ഇൻ ദി പാൻ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഹാസ് എ സ്ട്രോങ് സ്റ്റാർട്ട് ബട്ട് ക്വിക്ലി ഫെയിൽസ്. എ ഫ്ലൈ ഇൻ ഓയിൻമെന്റ് എന്ന് പറഞ്ഞാൽ എ മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽസ് ദി എൻജോയ്മെന്റ് ഓഫ് സംതിങ്. എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ an important person. എ വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ an enemy pretending to be a friend. എ skeleton in the cupboard എന്ന് പറഞ്ഞാൽ an ugly fact that has to be kept secret. A skeleton in the cupboard. A white elephant എന്ന് പറഞ്ഞാൽ a useless and expensive object and a white elephant. A jack of all trades എന്ന് പറഞ്ഞാൽ a man who knows a little of many jobs but none properly. Okay. At loggerheads എന്ന് പറഞ്ഞാൽ in violent dispute or disagreement. A man or women of letters എന്ന് പറഞ്ഞാൽ a person who does literary work. An old wives' tale എന്ന് പറഞ്ഞാൽ an ancient but untrue story. Apple of discord എന്ന് പറഞ്ഞാൽ reason for an angry argument. A blessing in disguise എന്ന് പറഞ്ഞാൽ something that bad happens for the first but later on it happens to be a good. A bolt from the blue എന്ന് പറഞ്ഞാൽ an unexpected event എന്നാണ് അർത്ഥം. A chicken hearted person എന്ന് പറഞ്ഞാൽ easily frightened person. Elm. Okay, a Gaudian note എന്ന് പറഞ്ഞാൽ a Gaudian note എന്ന് പറഞ്ഞാൽ a complex or unsolvable problem. Okay. Fill in the blanks using the correct form of verb in the bracket. A number of girls dash participated in the exam. A number of girls have participated in the exam. Many dash called, but few dash chosen. Many are called, but few were chosen. Okay. Many was called, but few were chosen. Okay, B ആണ് ഉത്തരം. The poet and critic dash coming. The poet and critic are coming. Were coming. No one dash it. No one decorates it. Decorate it. Thank you so much for listening. We'll see you next video. Bye.